أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين. സൂറത്തു നബയിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് മനുഷ്യവർഗത്തെ ഇണകളാക്കിയിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. അതിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ എന്താണ് ഉൾക്കൊള്ളേണ്ടത് എന്നതാണ് നാം പറയാൻ ശ്രമിച്ചത്. പൂർണ്ണതയിലല്ലെങ്കിലും അതിൻ്റെ ചില പ്രധാനപ്പെട്ട വശങ്ങളിലേക്ക് സഞ്ചരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ക്ലാസ് എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിലേക്ക് അത് പോയപ്പോ ഒന്ന് രണ്ട് പേര് വിളിച്ചു ചോദിച്ചത് ഇതിന്റെ തുടർച്ച കാണുമോ എന്നാണ്. തുടർച്ച ആഗ്രഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ വർത്തമാനം പറഞ്ഞത്. ഖുർആൻ ക്ലാസിന്റെ ഒരു അച്ചടക്കം അനുസരിച്ച് ഒരായത്ത് തന്നെ രണ്ടാഴ്ചയിലേക്ക് കൂടുതൽ നീട്ടിക്കൊണ്ടു പോവാനും നമുക്ക് കഴിയില്ല. ഇന്ന് നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോകണം. അതിങ്ങനെയാണ്: വജഅൽനാ നൗമകും സുബാതാ വജഅൽനാ നൗമകും സുബാതാ വജഅൽനാ നാം അങ്ങനെയാണ് ആക്കി വെച്ചിട്ടുള്ളത്. നമ്മൾ അങ്ങനെയാണ് ആക്കിയത്. മനുഷ്യരെങ്ങനെ ആക്കി എന്നത് പിറകെയാണ് വരേണ്ടത്. നാം ഇങ്ങനെയൊക്കെയാണ് അതിനെ സംവിധാനിച്ചിട്ടുള്ളത്. ഏതിനെ? നൗമക്കും, നിങ്ങളുടെ ഉറക്കത്തെ അല്ലാഹു ഇങ്ങനെയാണ് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. സുബാതൻ, അതൊരു സുബാതൻ ആയിട്ട് അല്ലേ? ഏതാണ് ആ വാക്ക് എന്നതാണ് അല്ലേ? സബത അല്ലെങ്കിൽ സബത്ത് എന്ന വാക്കിന്റെ ഏറ്റവും നല്ല അർത്ഥം ഇൻവെസ്റ്റ്മെന്റ് എന്നാണ്. ഇൻവെസ്റ്റ്മെന്റ്, റിലാക്സ്, റെസ്റ്റ്, ഇതിനെല്ലാം നമ്മൾ സബത്ത് എന്നാ പറയാം. അതിന്റെ എറ്റിമോളജി, that means the science of the words are created. വാക്കുകൾ എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്ന അതിന്റെ ശാസ്ത്രം പറയുന്നത് സബത്ത എന്ന വാക്കിന്റെ അർത്ഥം ഡിസ്കണ്ടിന്യൂ എന്നാണ്. ഡിസ്കണ്ടിന്യൂ, തുടർച്ചക്ക് ഭംഗം വരുത്തുക എന്നതാണ്. സാറ്റർഡേ എന്ന് പറയുന്ന ആഴ്ചയുടെ ആ ആഴ്ചയുടെ പേരിന് അറബ് ഭാഷയിൽ പറയുന്നത് യൗമുസ്സബത്ത് എന്നാണ്. യൗമുസ്സബത്ത്, നിലക്കേണ്ട, നിർത്തേണ്ട, ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ട ദിനം. ജൂതന്മാരോട് മീൻ പിടിക്കാൻ പോകരുത്, അവിടെ നിർത്തിക്കോണം, ഡിസ്കണ്ടിന്യൂ ചെയ്യണം, ജീവിത വ്യവഹാരങ്ങൾ നിലക്കണം, അടങ്ങണം എന്ന അർത്ഥത്തിലാണ് യൗമുസ്സബത്ത് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഡിസ്കണ്ടിന്യൂ എന്നാണ്.
എ ഡിസ്കണ്ടിന്യൂ ആൻഡ് ആൻ ഇൻവെസ്റ്റ്മെന്റ്. എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത്? നിങ്ങൾക്ക് ഉറക്കത്തെ ഞാൻ ഒരു വിശ്രമമായി, നിങ്ങളുടെ ശരീരത്തിനുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റായി, ക്യാപിറ്റലായി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. മനോഹരം. എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്, ഖുർആനിന്റെ സെലക്ഷൻ ഓഫ് വേർഡ്സ് ഈസ് എക്സ്ട്രീംലി അമേസിംഗ്. അതിന്റെ വാക്കുകളുടെ തിരഞ്ഞെടുക്കലുണ്ടല്ലോ, അതൊരു റാൻഡം പിക്കിംഗ് അല്ല, അല്ലേ? മറിച്ച് പടച്ചവനാണല്ലോ അതിന്റെ എഴുത്തുകാരൻ. ഖുർആനിന്റെ ഓതർ അല്ലാഹുവാണ്. അപ്പൊ അതിലെ ഓരോ വാക്കും അങ്ങനെയാണ്, ഒരുപാട് സങ്കല്പങ്ങൾ അതിലുണ്ടാകും. അതിമനോഹരമായ പ്രയോഗം. വജഅൽനാ നൗമകും സുബാതാ. നമ്മള് മനുഷ്യന്റെ അള്ളാഹുവിന്റെ ആയത്തുകൾ വിശദീകരിക്കുന്നതിൽ മനുഷ്യർക്ക് ലിമിറ്റേഷൻ ഉണ്ടാകും, അല്ലെ? അങ്ങനെ പരിമിതികളുണ്ടാകും. ആ പരിമിതിക്കകത്ത് നിന്ന് നമുക്ക് അതിനെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ, സുബാത്ത് നാരോലി റെഫേഴ്സ്, അത് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ അത് അർത്ഥമാക്കുന്നത് the stopping of man's physical and mental activities through sleep. ഉറക്കം എന്ന വ്യവസ്ഥയിലൂടെ മനുഷ്യന്റെ ശരീരത്തെയും അവന്റെ മനസ്സിനെയും ഉറക്കി കിടത്തുക, ഇനാക്റ്റീവ് ആക്കുക. ഇനാക്റ്റീവ് ആകുമ്പോ ബ്രിങ്ങിങ് റിഫ്രഷ്മെന്റ് ആൻഡ് ഇംപ്രൂവ്മെന്റ് ഫോർ ദ ടയേർഡ് ഓർഗൻസ്. മനുഷ്യ ശരീരത്തിൽ പണിയെടുത്ത് ക്ഷീണിച്ചിട്ടുള്ള അവന്റെ സകല അവയവങ്ങൾക്കും റിഫ്രഷ്മെന്റ് ആൻഡ് ഇംപ്രൂവ്മെന്റ് നൽകുക. സ്ലീപ് ദ നറിഷ്മെന്റ് ഓഫ് ഹ്യൂമൻ ബോഡി. എന്തിനാണത്? സ്ട്രെങ്തനിങ് ദ സോൾ ആൻഡ് ബോഡി. മനുഷ്യ ശരീരത്തെയും അവന്റെ ആത്മാവിനെയും അത് ശാക്തീകരിക്കും. റിന്യൂവിങ് വൺസ് പ്ലഷർ. മനുഷ്യന്റെ പ്ലഷറിനെ പുതുക്കി തരും. അത് ഓരോ ദിവസം, എവറി സിംഗിൾ നൈറ്റ് renews humans pleasure. Removing any fatigue and uneasiness. തളർന്ന മനുഷ്യന്റെ മനസ്സിനെ, തകർന്നുപോയ ഇടിഞ്ഞുപോയ മനുഷ്യന്റെ എല്ലാ പ്രയാസങ്ങളെയും റിമൂവ് ചെയ്യുന്ന, and consequently making man ready to start working again. പിറ്റേ ദിവസം വീണ്ടും വീണ്ടും ജീവിക്കാൻ മനുഷ്യന്റെ കരുത്ത് പകരുന്ന ഒറ്റമൂലിയാണ് ഉറക്കം. ഈ തരത്തിലാണ് വജഅൽനാ നൗമകും സുബാതാ എന്ന് പ്രയോഗം, അല്ലെ? വല്ലാത്തൊരവസ്ഥയാണ്. ഇനി ഈ ആയത്ത് പഠിക്കുന്നതോടുകൂടെ നമ്മളുടെ തലയിൽ ബാധ്യതയുണ്ട്. ഒരു കാര്യം പഠിച്ചേ ഇനി പറ്റൂ. എന്ത് പഠിക്കണം? The study of sleep. ഉറക്കം എങ്ങനെയെന്ന് പഠിക്കണം. From neuroscience to Islamic perspective is compulsory. അല്ലേ? ഉറക്കത്തെ കുറിച്ച് നന്നായി സംസാരിക്കുന്ന ന്യൂറോ സയൻസ് മുതൽ ഇസ്ലാമിന്റെ ഉറക്കവുമായ സങ്കല്പം വരെ നമുക്ക് പഠിക്കേണ്ടി വരും. ചെറിയ സൂചനകൾ നൽകാൻ നമുക്കാവും. അതിനെ എക്സ്പാൻഡ് ചെയ്യേണ്ടത് ഓരോ പഠിതാവുമാണ്. നമുക്കറിയാം എന്താണത്? The most dynamic, mysterious and amazing state of human body is the sleep. മനുഷ്യ ശരീരത്തിന്റെ ഏറ്റവും രഹസ്യമേറിയ അത്ഭുതകരമായ ഹ്യൂമൻ ബോഡിയുടെ ഒരവസ്ഥയാണ് സ്ലീപ്പ് എന്നത്, അല്ലെ? An extraordinary state of human എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരവസ്ഥയാണ് ഈ ഉറക്കം എന്നത്. സോ മിസ്റ്റീരിയസ്. ഒരുപാട് രഹസ്യങ്ങൾ എത്ര നമ്മളിങ്ങനെ പഠിച്ചാലും റിവീൽ ചെയ്താലും വീണ്ടും വീണ്ടും
വന്നുകൊണ്ടേയിരിക്കുന്ന അത്രയും വലിയ എക്സ്ട്രാഓർഡിനറി മിസ്റ്ററീസ് അല്ലേന്ന് നോക്കൂ. ന്യൂറോ സയൻസ് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലെന്ന, എന്താണ് അതിന്റെ കാര്യമെന്നറിയില്ല. ദ ഐലിഡ്സ് സ്ലോലി ബിഗിൻസ് ടു ഡ്രോപ്പ്. കൺപോളകൾ താനെ അടഞ്ഞു വരുന്നു. ദ ഹ്യൂമൻ മൈൻഡ് ഫെയിൽസ് ടു വർക്ക്. മനുഷ്യന്റെ മനസ്സ് അതിന് പണിയെടുക്കാനാവില്ല. ആൻഡ് ഓൾ ദ ലിംസ് കം ടു എ പീസ്ഫുൾ സ്റ്റേറ്റ്. പതുക്കെ പതുക്കെ മനുഷ്യ ശരീരത്തിന്റെ അവസാനത്തെ അവയവവും ശാന്തമായ അവസ്ഥയിലേക്ക് അത് പോകുന്നു. അല്ലേ? അതെ. ന്യൂറോ സയൻസ് സ്ലീപ്പിനെ സാധാരണക്കാർക്ക് വേണ്ടി വിശേഷിപ്പിച്ചത് സ്ലീപ്പ് ഈസ് ഫോർ ദ ബ്രെയിൻ, ബൈ ദ ബ്രെയിൻ ആൻഡ് ഫോർ ദ ബ്രെയിൻ. ഉറക്കം അത് ബ്രെയിനിൻ്റെതാണ്, ബ്രെയിനിനാലാണ്, ബ്രെയിനിനു വേണ്ടിയാണ്. ഇന്ന് ഏറ്റവും നന്നായി വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മെഡിസിനാണ് സ്ലീപ്പ് മെഡിസിൻ. ഹാസ് ബിക്കം എ റിലേറ്റീവ്ലി ന്യൂ സയന്റിഫിക് സ്പെഷ്യാലിറ്റി. സ്ലീപ്പ് മെഡിസിൻ മനുഷ്യ ശരീരത്തിന്റെ ഒരുപാട് അസ്വസ്ഥതകൾക്ക്, ഒരുപാട് രോഗങ്ങൾക്ക്, വിഭ്രാന്തികൾക്ക് ഉറക്കം ഒരു മരുന്നായി കാണുന്ന ഒരു ശാസ്ത്രത്തിന്റെ മെഡിസിന്റെ ഒരു ഭാഗമാണ് അത്. ഇനി ഉറക്കം എന്നത് മനസ്സുമായി ബന്ധപ്പെട്ടാണ് രണ്ടാമത് വിശദീകരിക്കപ്പെട്ടത്. സൈക്കാട്രിസ്റ്റ് അല്ലേ, അവരാണ് അതിനെ വിശദീകരിക്കുന്നത്. അതിന്റെ ആഴം മനസ്സിലാവണമെങ്കിൽ മാനസിക വിഭ്രാന്തി കാണിക്കുന്ന മനുഷ്യരെ പഴയ നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, അവരെ ചികിത്സിക്കാൻ ആദ്യം ചെയ്യുന്നത് നഷ്ടപ്പെട്ട ഉറക്കത്തെ തിരിച്ചു പിടിക്കുക എന്നതാണ്. Psychiatrists try to bring back their patients' sleep normally and regularly, as it is impossible to cure without sleep. എത്ര കാലമായി ഉറങ്ങാതിരുന്നോ അത്രയും നഷ്ടപ്പെട്ട ഉറക്കത്തെ തിരിച്ചു പിടിച്ചാൽ മാത്രമേ രോഗിക്ക് ശമനം സാധിക്കുകയുള്ളൂ എന്നാണ്. അങ്ങനെ ഉറങ്ങുമ്പോഴാണ് it is the sleep that cures the everyday mental wounds, cuts, bruises, pains and bleeds. എന്ന് വെച്ചാൽ അവര് പറഞ്ഞ വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ്. മനുഷ്യന്റെ മനസ്സിന് ഓരോ ദിവസവും ഏൽക്കുന്ന മാനസിക മുറിവുകളും വീക്കങ്ങളും വേദനകളും ചോരയൊലിക്കലും എല്ലാം മാറി കിട്ടുന്നത് ഒറ്റ ഉറക്കത്തിലൂടെയാണ്. അല്ലേ? It is the sleep that gives the person the mental immunity against psychological injuries. മനസ്സിനേറ്റ മുറിവുകളെ ഉണക്കാനും മെന്റൽ ഇമ്മ്യൂണിറ്റി കിട്ടാനും പ്രയാസങ്ങളെ തടുക്കുവാനുള്ള മാനസിക ശക്തി ലഭിക്കുവാനും ഉറക്കം കൂടിയേ തീരൂ എന്ന് സൈക്കാട്രി പറയുന്നു. സോ ന്യൂറോ സയൻസ് അങ്ങനെ പറയുമ്പോ സൈക്കാട്രി ഇങ്ങനെ പറയും. Then hypnology, that is the study of sleep. ഉറക്കത്തെ കുറിച്ച് മാത്രം പഠിക്കുന്ന ഹിപ്നോളജി പറയുന്നത് they luxuriously speak about the effect of a sound sleep in human life. മനുഷ്യന്റെ ജീവിതത്തിൽ ഉറക്കത്തിന് എത്ര പ്രാധാന്യമുണ്ടെന്ന് അവർ വളരെ ലക്ഷൂറിയസ് ആയിട്ട് അവർ സംസാരിക്കുന്നു. നാലാമത് ഉറക്കത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഫിസിയോളജിയാണ്. ഫിസിയോളജി പറഞ്ഞത് even though the structure of sleep and wakefulness is pretty simple. നമ്മൾ കാണുമ്പോൾ ഉറക്കത്തിലേക്ക് ഒരാൾ അറിയാതെ പോവുകയും ഉറക്കത്തിൽ നിന്ന് ഉണരുക എന്നത് വളരെ എളുപ്പമാണെങ്കിൽ പോലും, ഒറ്റ നോട്ടത്തിൽ എളുപ്പമാണെങ്കിൽ പോലും, a comprehensive picture of sleep is not without complications. കൃത്യമായിട്ട് ഇതെന്താണ് എന്ന് വിശദീകരിക്കാൻ പ്രയാസമുണ്ട് എന്നാണ്. അപ്പൊ നമ്മൾ അവസാനം പറഞ്ഞു വെച്ചത് ഒരു കൃത്യമായിട്ടുള്ള അല്ലെ, വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സ്വപ്നവുമായി ബന്ധപ്പെട്ട അറിവുകൾക്ക് പൂർണ്ണത സംഭവിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു.
എന്തുകൊണ്ടാണ് അത് അപൂർണമായി അവശേഷിക്കുന്നത്? അപൂർണമായി അവശേഷിക്കുന്നത് അത് പടച്ച തമ്പുരാനുമായി ബന്ധപ്പെട്ട മനുഷ്യ ശരീരത്തിൽ ഒരു അത്ഭുത പ്രതിഭാസം കൂടെയാണ് എന്ന് പഠിക്കുമ്പോഴാണ് ആ വഴിക്ക് പഠനം നീങ്ങുകയുള്ളൂ. ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അല്ലേ, there is no greater experience than the joy of peaceful sleep in human life. മനുഷ്യന്റെ ജീവിതത്തിൽ ഇത്രയും മഹത്തായ ഒരു അനുഭവം ഉറങ്ങുമ്പോൾ കിട്ടുന്നതിനപ്പുറം വേറൊന്ന് ഭൂമിയിൽ ഇല്ല എന്നതാണ്. അല്ലേ? അങ്ങനെ തന്നെയാണ്. ഉറക്കം വേണ്ട എന്ന് പറയുന്നവർ, ഉറക്കം എനിക്ക് മതിയായി എന്ന് പറയുന്നവർ ഭൂമി അള്ളാഹു നിശ്ചയിച്ചതാണ് അത് സുബാതൻ. അതിനാ നിശ്ചയിച്ചത്. മനുഷ്യ ജീവിതത്തിന്റെ 1/3 അവൻ ഉറങ്ങണം. അങ്ങനെ ഉറങ്ങിയിട്ടും മനുഷ്യനാലിങ്ങനെ no pains and no complaints but need more. ആരും എനിക്ക് അധികമായി പോയി എന്നാരും പറഞ്ഞിട്ടില്ല. ഇനിയും വേണമെന്ന് കുതിക്കും അവൻ. അല്ലേ? ഇസ്ലാം അതിനെ കൺസിഡർ ചെയ്യുന്നത് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സയൻസ് ഓഫ് അല്ലാഹ്. പടച്ചവനുണ്ട് എന്ന്, പടച്ചവനുണ്ടായേ മതിയാകൂ എന്ന് മനുഷ്യരെ വിശ്വസിപ്പിക്കുവാൻ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ തെളിവ് നിരത്താൻ ഉപയോഗിക്കുന്ന മനുഷ്യ ശരീരത്തിലെ ഒരവസ്ഥയാണ് സ്ലീപ്പ് എന്നതാണ്. അള്ളാഹുവിന്റെ കാരുണ്യമാണത്. അള്ളാഹുവിന്റെ മഹത്വമാണ് ഉറക്കത്തിലൂടെ നടക്കുന്നത്. എന്തുകൊണ്ടാണത്? സിമിലാരിറ്റി ബിറ്റ്വീൻ സ്ലീപ്പ് ആൻഡ് ഡെത്ത്. മനുഷ്യന്റെ മരണവും ഉറക്കവും തമ്മിൽ വല്ലാത്ത ബന്ധമുണ്ട്. സ്ലീപ്പ് ഈസ് ലൈക്ക് എ ഡെയിലി ഡെത്ത് indicates the resurrection. അതെ, ഇന്ന് രാത്രി ഉറങ്ങുമ്പോ നാളെ നേരം പുലർന്നേ മതിയാകൂ, ഞാൻ എണീക്കും എന്ന പ്രതീക്ഷയിലാണ് ഓരോ രാത്രിയും മനുഷ്യൻ ഉറങ്ങുന്നത്. അങ്ങനെ ആശിച്ചും ആഗ്രഹിച്ചും ഉറങ്ങുന്ന മനുഷ്യൻ വിശ്വസിച്ചേ മതിയാകൂ, എന്റെ എറ്റേണൽ സ്ലീപ്പ്, മരണാനന്തരമുള്ള ഉറക്കത്തിന് ശേഷവും ഒരു നാൾ നീ എണീറ്റ് വരും എന്ന്. മനുഷ്യന് പരലോക വിശ്വാസം ബോധ്യപ്പെടാൻ മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലാഹു ഒരുക്കി വെച്ച ഏറ്റവും വലിയ സൈൻ, സിഗ്നലാണ് സ്ലീപ്പ് എന്നത്. അല്ലേ? അത് മാത്രം പഠിച്ചാൽ, ദ സ്റ്റേറ്റ് ഓഫ് സ്ലീപ്പ്, അത് മാത്രം പഠിച്ചാൽ പടച്ചവനില്ല എന്ന് ഒരുത്തനും പറയില്ല. ഇനി ആരെങ്കിലും പറഞ്ഞാൽ അവൻ കേവല ബുദ്ധിയുള്ളവനാണ്. അത്ര ശക്തിപ്പെട്ടാണ് ഉറക്കം മനുഷ്യ ശരീരത്തിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും, ഇസ്ലാം എക്സ്റ്റെൻസീവ്ലി ഡിസ്കസ്, വിശാലമായി ഇസ്ലാമിക വ്യവസ്ഥ ചർച്ച ചെയ്യുന്നുണ്ട്. ദ ടൈപ്സ് ഓഫ് സ്ലീപ്പ്, ഉറക്കത്തിന്റെ ഘട്ടങ്ങൾ, ഇമ്പോർട്ടൻസ് ഓഫ് സ്ലീപ്പ്, എത്ര കണ്ട് മനുഷ്യൻ ഉറങ്ങണമെന്നത്, ഗുഡ് സ്ലീപ്പ് പ്രാക്ടീസസ്, ജീവിതത്തിൽ കർക്കശമായി പാലിക്കേണ്ട ചില സ്ലീപ്പ് പ്രാക്ടീസ് ആൻഡ് സ്ലീപ്പ് ഹൈജീൻ. ഇത് ഈ ആയത്ത് പഠിക്കുന്നതോടുകൂടെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ട സാധനമാണ്. അത് ഏറ്റെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അല്ലേ, ഈ ക്ലാസ് കേട്ടത് നമുക്ക് എതിരായിട്ട് പറയും, പെട്ടെന്ന് സൈൻ ഔട്ട് ചെയ്ത് പോകുകയാണെന്നല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഇത് പാലിക്കേണ്ടി വരും. ഉറക്കവുമായി ബന്ധപ്പെട്ട മനുഷ്യ ശരീരത്തിലേക്ക് അള്ളാഹു നിശ്ചയിച്ച ഈ ഇൻവെസ്റ്റ് ചെയ്യാത്തവൻ, അതിന്റെ പ്രിസിഷൻ സൂക്ഷിക്കാത്തവൻ, അതിന്റെ അക്യുറസി സൂക്ഷിക്കാത്തവൻ അല്ലേ, അള്ളാഹു ഇഷ്ടപ്പെട്ട കൂട്ടത്തിലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വജഅൽനാ നൗമകും സുബാതാ. The word നൗം, ഉറക്കം എന്ന അറബിയിൽ നമ്മൾ പറയുന്ന നൗം എന്ന വാക്ക് and its derivatives appear 9 times in Quran. ഖുർആനിൽ 9 ഇടത്താണ് ഉറക്കത്തെ നൗം എന്ന് വിശേഷിപ്പിക്കുന്നത്. അതിനും പുറമെ
different Arabic words are used to describe sleep. സ്ലീപ്പിനെ കുറിക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രയോഗങ്ങൾ ഖുർആനിൽ കാണാൻ പറ്റും അല്ലേ? അതാണ് യഥാർത്ഥത്തിൽ മോഡേൺ സ്ലീപ്പ് സയൻസ് വിശദീകരിക്കുന്ന ദ സ്റ്റേജസ് ഓഫ് സ്ലീപ്പ്. ഈ സ്റ്റേജസ് ഓഫ് സ്ലീപ്പ് ആണ് യഥാർത്ഥത്തിൽ ഖുർആൻ 5 ഘട്ടങ്ങളിലായി നമ്മോട് പറയുന്നത്. അതില് 5ാമത്തതാണ് നമ്മളിപ്പോ പഠിച്ചത്. അപ്പൊ അതിന്റെ മുമ്പുള്ള 4 കൂടെ പഠിക്കണം. ഒന്ന്, സൂറത്തുൽ ബഖറയിലെ 255 വചനത്തിൽ സിനതുൻ എന്ന ഒരു പ്രയോഗമുണ്ട്. സ്ലംബർ, ഫസ്റ്റ് സ്റ്റേജ് ഓഫ് സ്ലീപ്പ്. ശാസ്ത്രം വിശദീകരിക്കപ്പെട്ട 1ാമത്തെ സ്റ്റേജ് ആണത്. സ്ലംബർ, ഒരു മയക്കം. പുറത്ത് നടക്കുന്നതൊക്കെ എനിക്ക് കൃത്യതയുണ്ട്, പക്ഷെ മുഴുവനായ ക്ലാരിറ്റി ഇല്ല. ഒരു ചെറിയ മയക്കം. നമ്മളൊക്കെ എൻജോയ് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഫോർ 5 minutes അല്ലേ? എവിടെയാണ് ഞാൻ ഇരിക്കുന്നത് എന്ന ബോധമുണ്ട്, ഏത് സരസിലാണെന്ന് എനിക്ക് ബോധമുണ്ട്, പക്ഷെ ഞാനിപ്പോ ഉറങ്ങിയിട്ട് ഒന്ന് ഇടക്കിടക്കാൻ എണീക്കും. നമ്മൾ ഓൺലൈൻ ഖുർആൻ ക്ലാസ്സിൽ നടക്കണ പോലെ സ്ലംബർ. തമാശ പറയട്ടോ. നമ്പർ 2, സൂറത്തുൽ അൻഫാലിലെ 11ാമത്തെ വചനത്തിലാണ് ഉറക്കത്തെ കുറിച്ച് അല്ലാഹു 2ാമതൊരു പ്രയോഗം നടത്തുന്നത്. അന്നുആസ്, എ ഷോർട്ട് നാപ്പ് ഗിവിംഗ് റിലീഫ്. ഒരു അരമണിക്കൂറോ 20 മിനിറ്റോ ഉറങ്ങുമ്പോൾ വല്ലാത്ത ആശ്വാസം ലഭിക്കുന്ന, തളർച്ചയിൽ നിന്ന് എനർജൈസ് ചെയ്യുന്ന, ഇസ് എ ബൂസ്റ്റർ അല്ലേ? എല്ലാതും മാറിയിട്ട് ഒരു റിഫ്രഷ്മെന്റ് തരുത്തുന്ന ഒരു ചെറിയ a short nap giving some relief. ഇതിനെയാണ് അന്നുആസ് എന്ന് പറയുന്നത്. 3ാമത്തത് സൂറത്തുൽ കഹ്ഫിലെ 18ാമത്തെ വചനമാണ്. 18ാമത്തെ വചനത്തിൽ റുകൂത്ത് വഹും റുകൂത്ത് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ദാറ്റ് ഈസ് സ്ലീപ്പ് ഫോർ എ ലോങ് പീരീഡ്. ദീർഘസമയത്തേക്ക് മനുഷ്യൻ ഉറങ്ങുന്ന ഉറക്കത്തെയാണ് അത് കുറിക്കുന്നത്. സൗണ്ട് സ്ലീപ്പ്. 4ാമത്തതാണ് സൂറത്തു ദാരിയാത്തിലെ 17ാമത്തെ വചനത്തിൽ ഹുജൂർ എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. സ്ലീപ്പ് അറ്റ് നൈറ്റ്, എ ഡീപ് സ്ലീപ്പ്. 5ാമത്തതാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചിട്ടുള്ള സുബാത്ത്, സൂറത്തു നബയിലെ 9ാമത്തെ വചനം. എ ഡിസ്കണക്ഷൻ ഫ്രം ദ സറൗണ്ടിങ് എൻവയറമെന്റ് എന്നാണ് അർത്ഥം അല്ലേ? നമ്മളുള്ള ഈ അവസ്ഥയിൽ നിന്നെല്ലാം ഞാൻ ഒറ്റക്ക് ഡിസ്കണക്ട് ആയി പോവുക. ബാക്കിയെല്ലാം ആക്റ്റീവായി നടന്നോട്ടെ, പക്ഷേ ഞാൻ ഒതുങ്ങിപ്പോവുക. സുബാത. അപ്പോ ഈ പറഞ്ഞ 5 പ്രയോഗവും മോഡേൺ സ്ലീപ്പ് സയൻസ് അത് പറയുന്നത് the different sleep stages identified by modern sleep science. ഈ 5 പ്രയോഗവും അതിനെയാണ് കുറിക്കുന്നത്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് സ്ലീപ്പ്. ഇസ്ലാമിൽ സ്ലീപ്പിനുള്ള പ്രാധാന്യം പറയണം. പഠിച്ചല്ലേ പറ്റൂ. വജഅൽനാ നൗമകും സുബാതാ. മനുഷ്യവംശമേ, നിങ്ങളുടെ ശരീരത്തിലുള്ള ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയി ഞാനിതാ ഈ ഉറക്കമെന്ന വ്യവസ്ഥ നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നു എന്ന് അല്ലാഹ് ഡിക്ലയർസ് ഹിസ് ഗ്രേറ്റ്നെസ്. അല്ലാഹ് ഡിക്ലയർസ് ഹിസ് മെർസി. മനുഷ്യവർഗത്തോട് ചെയ്തിട്ടുള്ള അനുഗ്രഹത്തെയാണ് എടുത്തു പറയുന്നത്. ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ 5 കാര്യങ്ങൾ നമ്മൾ പറയാം. ഒന്ന് കേട്ടു നോക്കിയേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ്. ഓഫർ പ്രേയേഴ്സ് ആൻഡ് ഓൾസോ സ്ലീപ്പ് അറ്റ് നൈറ്റ് ആസ് യുവർ ബോഡി ഹാസ് എ റൈറ്റ് ഓൺ യു. അല്ലേ? ഒരാള് റസൂലിന്റെ മുന്നിലേക്ക് വന്നിട്ട് വലിയ കാര്യത്തിൽ ഒരു വലിയ തീരുമാനം അറിയിക്കുകയാണ്. അല്ലേ? ഒരു വലിയ തീരുമാനം അറിയിക്കുകയാണ്. എന്താ തീരുമാനം? അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. എന്ത്? രാത്രി ഇനി എനിക്ക് ഉറക്കമില്ല.
പടച്ചവന് വേണ്ടി ഞാൻ നമസ്കരിക്കാൻ തുടങ്ങുകയാണ്. ഉറക്കത്തെ ഞാൻ പിടിച്ചു നിർത്തി, ഞാൻ മുഴുനേരം സമയവും ഞാൻ നമസ്കരിക്കും എന്ന് റസൂലിന്റെ അടുത്ത് അറിയിച്ചപ്പോ റസൂല് തോളിൽ തട്ടി വെൽ ഡൺ എന്ന് പറയുമെന്ന് പ്രതീക്ഷിച്ച് അതും സ്വപ്നം കണ്ടു വന്ന ആ മനുഷ്യനോട് അള്ളാഹു പറഞ്ഞത്, നീ നമസ്കരിച്ചോ, പക്ഷേ ഉറക്കമൊഴിച്ചുള്ള നമസ്കാരം വേണ്ടട്ടോ. നിന്റെ ശരീരത്തോട് അള്ളാഹുവിനോട് നിനക്ക് ബാധ്യതയുണ്ട്, പക്ഷേ അതോടൊപ്പം നിന്റെ ശരീരത്തോടും നിനക്ക് ഹക്കുണ്ട്. നിനക്ക് ശരീരത്തോട് റൈറ്റ് ഉണ്ട്. യുവർ ബോഡി ഹാസ് എ റൈറ്റ് ഓൺ യു. നിന്റെ ശരീരത്തോട് നിനക്ക് ചില ഉത്തരവാദിത്തം നിർവഹിക്കുവാനുണ്ട്. അത് നിർവഹിക്കാതെ നിസ്കരിക്കാനാണ് തീരുമാനമെങ്കിൽ നീ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇല്ല എന്ന്, ഇസ്ലാമിൽ നിന്ന് പുറത്തു കിടക്ക് എന്നാണ് അതിനർത്ഥം. സോ ക്ലിയർ. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് ആരാധന, അതൊക്കെ ശരിയാ. പക്ഷേ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. മനുഷ്യന്റെ ശരീരത്തിനോ അവനോ സഹിക്കാനോ എടുക്കാനോ കഴിയാത്തതൊന്നും റബ്ബിന്റെ കൽപ്പനയായി നിങ്ങൾക്ക് വരില്ലെന്ന്. അത് നമ്മൾ ഉണ്ടാക്കിയതാണ്. അങ്ങനെ പാടില്ല അല്ലേ? ഇനി റസൂല് പറയാണ്, ഒരാള് നിസ്കരിക്കാൻ തുടങ്ങി എന്ന് വെച്ചോ, സുന്നത്ത് നിസ്കരിക്കാൻ തുടങ്ങി. If anyone of you feels drowsy while praying, he should go to bed until his slumber is over. ഒരാള് നമസ്കരിക്കാൻ നിന്നിട്ട് അയാൾക്ക് കണ്ണിൽ ഉറക്കം വന്നാൽ നമസ്കാരം ഒഴിവാക്കി പോയിട്ട് ഉറങ്ങിയിട്ട് വാ എന്നാണ് പറയുന്നത്. ഉറങ്ങിയിട്ട് വാ എന്നാ അല്ലേ? നമ്മളിപ്പോ ഈ റമളാൻ മാസത്തിൽ നടക്കുന്ന ഈ തറാവീഹ് നമസ്കാരമൊക്കെ ആ തരത്തിലേക്ക് ചിന്ത പോണം എന്നുകൂടെ ഉപദേശിക്കുന്നു. നമ്മൾ ഉണ്ടാക്കിയതാണ് ദീർഘകാലം വയസ്സന്മാരെ പരിഗണിക്കാത്ത, ഉറക്കത്തെ പരിഗണിക്കാത്ത, നീണ്ടു നേരം വെളുക്കുവോളമുള്ള നമസ്കാരമൊക്കെ പുതിയതായി കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. അത് അവസാനം ഒഴിച്ചുകൂടാൻ പറ്റാത്ത തിന്മയായി മാറിയിരിക്കുന്നു. പള്ളികൾ തമ്മിൽ മത്സരമായി, ഹാഫിലുകൾ നിർബന്ധമായ അവസ്ഥയിലേക്ക് വരികയാണ്. ഉറക്കം തൂങ്ങിയിട്ട് നിസ്കരിക്കാൻ പാടില്ല. ഉറക്കം തൂങ്ങിയിട്ടാണ് ഒരാൾ നിസ്കരിക്കുന്നതെങ്കിൽ if anyone of you feel drowsy while praying, he should go to bed എന്നാ അള്ളാന്റെ റസൂല് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ല, അള്ളാന്റെ റസൂല് പറഞ്ഞതാണ് അല്ലേ? എന്നിട്ട് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഓക്കെ ആണെങ്കിൽ പിന്നെ നിസ്കരിച്ചോന്നാണ്. മൂന്നാമതൊരു കൂട്ടർ ചെയ്തത് എന്താണെന്നറിയുമോ? രാത്രി കാലത്ത് നമസ്കരിക്കുമ്പോ ഉറക്കം വരുമ്പോ അല്ലെ, നിൽക്കാൻ വയ്യാത്ത അവസ്ഥ വരുമ്പോ തൂങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ ഒരു കയറ് കെട്ടിയിട്ടുണ്ടായിരുന്നു. കയറ് കെട്ടി. റസൂല് വന്നപ്പോൾ ഒരു കയറങ്ങനെ കിടക്കുന്നു. അപ്പൊ ആളുകളടുത്ത് ചോദിച്ചത് എന്താ ഒരു കയറെന്ന്. അത് സൈനബിന് നിസ്കരിക്കാൻ വേണ്ടി കെട്ടിയ കയറാണ്. സൈനബിന് നിസ്കരിക്കാൻ എന്തിനാ കയറ്? അത് രാത്രി കാലത്ത് നിസ്കരിച്ച് ക്ഷീണിക്കുമ്പോ തൂങ്ങിന് നമസ്കരിക്കാനാണ്. അല്ലാണ്ട് റസൂലിന്റെ മുഖം ചുമക്കുകയും റിമൂവ് ദ റോപ്പ്, അഴിക്കടോ കയർ. യു ഷുഡ് പ്രേ ആസ് ലോങ് ആസ് യു ഫീൽ ആക്റ്റീവ്. ശരീരം നന്നായി ആക്റ്റീവായി നിൽക്കുമ്പോ മാത്രം ചെയ്യേണ്ട സാധനമാണ് നിസ്കാരം. ആൻഡ് വെൻ യു ഗെറ്റ് ടയേർഡ്, ഗോ ടു സ്ലീപ്. അല്ലേ? ശരീരത്തിന് ക്ഷീണം തോന്നിക്കഴിഞ്ഞാൽ പോയി ഉറങ്ങുക ചെയ്യാനുള്ള, ഇവിടെ തൂങ്ങി നിസ്കരിക്കാനല്ല അല്ലേ? അമിതമായ ഇങ്ങനെയുള്ള കാഠിന്യം പോലും ഉറക്കൊഴിച്ചിട്ടല്ല അനുവദിച്ചിട്ടില്ല. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് റസൂൽ അത് പറഞ്ഞത്? മനുഷ്യ ശരീരത്തിലെ ഇൻവെസ്റ്റ്മെന്റ് ആണത്. ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? നമുക്ക് ആരോഗ്യമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഒരു ദിവസം ഉറക്കൊഴിച്ചാ പിന്നെ നിങ്ങളെ എന്തിനു കൊള്ളാം അല്ലെ? എത്ര വലിയ കേമനായാലും ഒറ്റ ദിവസത്തെ അല്ലെ, ഒറ്റ ദിവസത്തെ ലോസ് ഓഫ് സ്ലീപ്പ് നമ്മളെ ഒന്നുമല്ലാതാക്കി കളയൂലേ? എന്നിട്ടോ റസൂല് പറയാണെന്ത്, ആളുകൾ ഇങ്ങനെ ആരാധനകൾ എടുത്തെടുത്തിട്ട് വല്ലാതെ പ്രയാസപ്പെടുമ്പോ റസൂല് പറഞ്ഞൊരു വർത്തമാനം, ടേക്ക് ഷോർട്ട് നാപ്പ് ഫോർ ഡെവിൾസ് ഡു നോട്ട് ടേക്ക് നാപ്സ്. എന്തൊരു വർത്താനാണത്? ഇടക്കിടക്ക് ക്ഷീണം വരുമ്പോ ഒരു 10-20 മിനിറ്റോ നിങ്ങൾ ഉറങ്ങിയിട്ട് വരും. എന്തുകൊണ്ട് ഉറങ്ങണം? പിശാചുക്കൾ they do not take naps.
ഷെയ്ത്താനുണ്ടല്ലോ, ഇബിലീസ് ഇടക്കിടക്ക് ഉറങ്ങൂലാൻ, അതിന്റെ അർത്ഥം ഇബിലീസേ എന്ന് വിളിക്കുന്നതിന് തുല്യമാണ്. നേരിട്ട് വിളിച്ചില്ല എന്നേ ഉള്ളൂ. ഷെയ്ത്താനുണ്ടല്ലോ, അവൻ ഇങ്ങനെ ഇടക്കിടക്ക് ഉറങ്ങൂല. ഇത് മനുഷ്യന് പറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾ ചെയ്യണം, നിങ്ങൾ ഷെയ്ത്താനാവല്ലേ എന്നാണ് അതിനർത്ഥം, അല്ലേ? അത്രയാ പറഞ്ഞ. ഇനി റസൂല് വേറൊരുക്കെ പറഞ്ഞതാ, സ്ലീപ്പിംഗ് ഏർലി ഇൻ ദ ഡേ ബിട്രേസ് ഇഗ്നറൻസ്, അല്ലേ? അങ്ങനെയാ. സുബഹി നമസ്കരിക്കാതെ സൂര്യൻ ഉദിക്കുന്നതൊന്നും അറിയാതെ ആരെങ്കിലും ഉറങ്ങിയാൽ, അല്ലേ, അവന് റബ്ബ് ഇഗ്നറൻസ്, അജ്ഞത അവനിൽ ചാർത്തും. അജ്ഞത ഉണ്ടാവും, അവൻ മരമണ്ടനായിരിക്കും. ഇത് കേൾക്കുമ്പോ, അല്ലെ, ചെറിയ കുട്ടികളൊക്കെ ആലോചിക്കണം, ഇതിൽ എത്ര മരമണ്ടന്മാരാണുള്ളതെന്ന്. അവനവന് തോന്നിയിട്ടുണ്ടാവും, ഐ ആം ദ വൈസസ്റ്റ്. ബട്ട് ദോസ് ഹു സ്ലീപ് ആഫ്റ്റർ ദ സൺറൈസ്, സൂര്യോദയം കഴിഞ്ഞതിന് ശേഷവും ഉറങ്ങുന്നവനെ അവനിൽ അജ്ഞത ഇമ്പോസ് ചെയ്യും. ഇൻ ദ മിഡിൽ ഓഫ് ദ ഡേ ഈസ് റൈറ്റ്. ഉച്ചക്ക് ശേഷം അല്പം ഉറങ്ങുന്നത് ശരിയാണ്, നല്ലതാണ്. പോസ്റ്റ് ലഞ്ച് നാപ്പ് റസൂലിന്റെ ഒരു ചര്യയിൽ പെട്ടതായിരുന്നു. ഇടക്കിടക്കൊക്കെ ക്ഷീണം വരുമ്പോ പോസ്റ്റ് ലഞ്ച് നാപ്പ്. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഈ സ്റ്റുപ്പിഡ്, അല്ലേ? എൻഡ് ഓഫ് ദ ഡേ, മഗ്‌രിബിന്റെ സമയത്ത് ഉറങ്ങുക എന്നുള്ളത് അവൻ പമ്പര വിഡ്ഢിയാണ്. രോഗമൊക്കെ വന്നാലേ ഉറങ്ങുള്ളൂ. പക്ഷെ അങ്ങനെ ഉറങ്ങുന്നവരുണ്ടെങ്കിൽ നമ്മൾ എണീപ്പിച്ചു വിടണം. സുബഹി കഴിഞ്ഞു ഉറങ്ങാൻ പാടില്ല, മഗ്‌രിബിനോട് അടുത്ത് ഉറങ്ങാൻ പാടില്ല, അല്ലേ? ഇനിയോ, യുദ്ധത്തിന് പോകുമ്പോൾ പോലും ഉറങ്ങാത്തവരുണ്ടോ എന്ന് റസൂൽ ചോദിക്കുകയും ഉറക്കുകയും ചെയ്യുമായിരുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ മരണപ്പെടാൻ പോകുമ്പോ എന്തുറക്കുന്നല്ലേ നിങ്ങൾ ആലോചിച്ചത്? ഉറങ്ങാതെ ഒരാൾ യുദ്ധത്തിൽ വാളെടുത്താൽ യുദ്ധം ചെയ്യുമ്പോൾ വരെ കുതിരപ്പുറത്തിരുന്നവർ ഉറങ്ങും. അത്ര ആവശ്യമാണ് നമ്മുടെ ശരീരത്തിന് ഉറക്കം. നമ്മൾ കണ്ടിട്ടില്ലേ, ഡ്രൈവർമാർ ഉറങ്ങിയിട്ടാണ് പല അപകടങ്ങളും ഉണ്ടാവരുത്, അല്ലെ? എങ്ങനെ ഉറങ്ങാൻ മരിക്കുന്നറിയാം. പക്ഷേ ആ ദൂരെ നിന്നൊരു വണ്ടി വരുന്നത് കാണുമ്പോ ആ വണ്ടി വരാൻ 2 സെക്കൻഡ് എടുക്കും, ഒന്ന് കണ്ണടച്ചേക്കാമെന്നവൻ ധരിക്കും. അത്ര കണ്ട് ശരീരത്തിന് ആവശ്യമാണ് ഈ സാധനം. അപ്പൊ യുദ്ധത്തിന് പോകുമ്പോൾ പോലും റസൂല് ശ്രദ്ധിച്ചിരുന്നു, ഉറങ്ങാതിരിക്കുന്നവരെ റസൂല് ശ്രദ്ധിച്ചിരുന്നു. ഉറങ്ങിയിട്ടേ അതിന് കൊണ്ടുപോകായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇനിയിപ്പോ എന്താണ് ഇതിന് ചെയ്യേണ്ടത്? ആ 2 കാര്യങ്ങളാണ് നമ്മൾ ഇനി സ്ലീപ്പ് പാറ്റേണും ഹൈജീനും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ആയത്ത് അവസാനിപ്പിക്കാം. എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? ഈ ആയത്തിൽ നിന്ന് നമ്മളിൽ അള്ളാഹു ചുമത്തുന്ന ഒരു കടുത്ത ബാധ്യതയാണ് പ്രയോറിറ്റൈസിങ് എ ഗുഡ് സ്ലീപ്പ് ഈസ് ദ ട്രൂ സെൽഫ് ലവ്. ഒരാൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അവനവനെ തന്നെയാണ്. അവനവനെ സ്നേഹിക്കുന്നവർ ചെയ്യാനുള്ളത് ഒരു നല്ല സ്ലീപ്പ് പാറ്റേൺ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എ റെഗുലർ റിതമിക് സ്ലീപ്പ് വേക്ക് സ്കെഡ്യൂൾ. ഉറങ്ങാനും ഉണരാനും ഒരു പ്രത്യേക സമയം നിശ്ചയിച്ചേ പറ്റൂ, അല്ലെ? തോന്നുമ്പോ ഉറങ്ങുകയും തോന്നുമ്പോ ഉണരുകയും ചെയ്യുകയാണെങ്കിൽ പടച്ചവൻ ഒരിക്കലും നമ്മളെ ഒരു തരത്തിലും അനുഗ്രഹിക്കുകയില്ല. കാരണം അള്ളാഹു നമുക്ക് അനുഗ്രഹമായി തന്നതിന് നമ്മൾ മിസ്യൂസ് ചെയ്തു എന്നാണ്. അതാരെങ്കിലും സഹിക്കോ? ഉറങ്ങാനും ഉണരാനും ഒരു സമയം വേണം. ഏതാ സമയം? വിശ്വാസികളുടെ ജീവിതം തന്നെ സമയബന്ധിതമാണ്. ഇശ കഴിഞ്ഞാ പിന്നെ ഉറങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കണം. സുബഹി ആകുന്നതിന് മുമ്പ് ഉണരുന്നതിനെ കുറിച്ച് ആലോചിക്കണം. എല്ലാം അതിലാണ് ലുഹർ ബാങ്ക് കൊടുത്തോ എങ്കിൽ പിന്നെ ലഞ്ച് കഴിക്കാം. അസർ ബാങ്ക് കൊടുത്തോ എന്നാൽ ചായ കുടിക്കാം, അല്ലേ? ഇശ കഴിഞ്ഞോ എങ്കിൽ പിന്നെ ഉറങ്ങാം. ഇങ്ങനെയാണ് നമ്മൾ സമയത്തെ ക്രമീകരിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഡു നോട്ട് കോംപ്രമൈസ് വിത്ത് ഗുഡ് സ്ലീപ്പ്. നല്ല ഉറക്കത്തോട് വിശ്വാസി ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. ബഡ്ജറ്റ് യുവർ ടൈം ഫോർ സ്ലീപ്പ് ഫോർ എ ബെറ്റർ പെർഫോമൻസ് ടുമാറോ. നാളെ ഉശിരുള്ള വിശ്വാസിയായി സുബഹി നമസ്കാരം കഴിഞ്ഞ് ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മള് സമയം സ്ലീപ്പിന് വേണ്ടി ഒരു ബഡ്ജറ്റ് തയ്യാറാക്കണം.
ബഡ്ജറ്റ് യുവർ ടൈം ഫോർ എ ബെറ്റർ സ്ലീപ്പ്. ഇത് നമ്മൾ ആരും ചെയ്യാറില്ല. നമ്മൾ ആകെ കളയാൻ പറ്റുന്ന സാധനം ഉറക്കമാണെന്നാണ് നമ്മൾ ധരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് മുതൽ റീസെറ്റ് യുവർ ക്ലോക്ക് ഫോർ എ ബെറ്റർ സ്ലീപ്പ്. ക്ലോക്ക്, നമ്മുടെ ജീവിതത്തിന്റെ ക്ലോക്ക് റീസെറ്റ് ചെയ്യണം. അത് പറ്റുമെന്ന് നോക്കും. ആയുസ് 10-60 ആയുസ് ഇന്നേ വരെ ജീവിതത്തിൽ പാലിക്കാത്ത ഒരു സാധനമാണിത്. തോന്നും പുറങ്ങും, തോന്നുമ്പോ എണീക്കും. എക്സ്ട്രീം റീമേക്ക് ഈസ് പോസിബിൾ. അതെ, ജീവിതത്തിൽ ഏത് കാലത്തും എക്സ്ട്രീം റീമേക്ക് പോസിബിൾ ആണ്. ഓൾഡ് ഹാബിറ്റ്സ് വിൽ ഡൈ ഈസിലി. അങ്ങനെയാ മനുഷ്യന്റെ ജീവിതം വെച്ചിരിക്കുന്നത്. നിരന്തരമായി എത്ര കാലം ചെയ്തു തുടങ്ങിയ ഓൾഡ് ഹാബിറ്റ്സ് ഇല്ലാണ്ടാവും. അങ്ങനെയാ പടച്ചവൻ നമ്മള് ജീവിതത്തെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. നെവർ ഗോ ടു ബെഡ് മാഡ്. ഭ്രാന്തന്മാരായിട്ട് ബെഡിലേക്ക് പോവരുത്. എന്താ അതിന്റെ അർത്ഥം? ആകെ ടെൻഷൻ അടിച്ച് വിഷമിച്ച് ചിന്തകളുമായിട്ട് പോവരുത്. Crafting a pre-bed routine is so important for a quality sleep. നല്ല ഒരു ക്വാളിറ്റി സ്ലീപ്പ് ചെയ്യണമെങ്കിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ കുറെ മുമ്പേ നിർത്തണം. പ്രീ ബെഡ് റുട്ടീൻ, അത് ടി വി ഒക്കെ കണ്ടിട്ട് അസ്വസ്ഥതപ്പെട്ട് കരഞ്ഞ് മനസ്സ് തേങ്ങി വിങ്ങി ഉറങ്ങാൻ പോയാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നടക്കാനേ പറ്റൂ. കാരണം നാളത്തെ ഇപ്പൊ എന്തായിരിക്കും ആലോചിക്കണം. വാർത്തകളൊക്കെ കാണുന്നവർ ഉറങ്ങുന്നത് 1 മണിക്കൂർ മുമ്പ് വാർത്ത കാണൽ നിർത്തണം. കാര്യം അത് നമ്മളെ ആങ്ഷ്യസ് ആക്കും. ദാറ്റ് മേക്സ് us restless. ഈ റെസ്റ്റ്ലെസ്നെസ്സോടുകൂടെ അവിടേക്ക് പോകാൻ പാടില്ല. വീട്ടിൽ തന്നെ വഴക്കൂടാൻ പാടില്ല. അസ്വസ്ഥകരമായി സംസാരിക്കാൻ പാടില്ല. അത് നമ്മുടെ ക്വാളിറ്റി സ്ലീപ്പ് നഷ്ടപ്പെടുത്തും. അടുത്തത് റസൂൽ ശ്രദ്ധിച്ചിരുന്നു, റിസർവ് യുവർ ബെഡ് ഓൺലി ഫോർ സ്ലീപ്പ്. അല്ലേ? നമ്മൾ ഉറങ്ങാനുള്ള മുറി അത് ഉറങ്ങാൻ വേണ്ടി മാത്രമാണ്. ബെഡ്റൂം ഈസ് നോട്ട് എ മൾട്ടി പർപ്പസ് റൂം, ഇറ്റ്സ് എ സാങ്ച്വറി ഫോർ സ്ലീപ്പ്. അതൊരു വിശുദ്ധ സ്ഥലമാണ്, ഉറങ്ങാനുള്ള ഒരു സ്ഥലമാണ് ആ സാധനം. അല്ലേ? സയൻസ് തന്നെ പറയുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ കൂടെ അതും കൂടെ നമ്മൾ കേട്ടു നോക്കി. ഒരു ഉറങ്ങാനുള്ള മുറി എങ്ങനെ ഇരിക്കണമെന്ന് സ്ലീപ്പ് സയൻസ് പറയുന്നു. ക്വാളിറ്റി സ്ലീപ്പിന്റെ ഘടകങ്ങളാണ് അവ. ഒന്ന്, ക്വാളിറ്റി ബെഡിങ്സ്. നമ്മൾ ഏറ്റവും വില കുറഞ്ഞ സാധനമല്ല വാങ്ങിക്കേണ്ടത്. ഉറക്കത്തിലേക്ക് മനുഷ്യ ശരീരത്തെ സഹായിക്കുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി ബെഡിങ്. നമ്മുടെയൊക്കെ വീക്ക്നെസ് ആണ് നല്ല ബെഡും നല്ല തലയിണയും നല്ല ബെഡ്ഷീറ്റും ഒക്കെ. ഇസ്ലാം അനുവദിച്ചതാണ് ആ സാധനം. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് ഇതിനൊന്നും സ്പെൻഡ് ചെയ്യുന്നതിന് ഒരു മടിയും കാണിക്കരുത്. ഇറ്റ്സ് നോട്ട് ആൻ ലക്ഷറി. അത് ലക്ഷറി അല്ല. എന്റെ വൈസ് ഓർഗനൈസേഷൻ. ബെഡ്റൂം നന്നായി ഉറങ്ങുന്ന ആ മുറി എന്ന് പറയുന്നത് നന്നായി ക്രമീകരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉറങ്ങുന്ന മുറിയിൽ കൂജയിൽ വെള്ളവും കഴിക്കാനുള്ള പഴവും എല്ലാ ദിവസവും കരുതുമായിരുന്നു. ഈ വൈസ് ഓർഗനൈസേഷൻ നന്നായിട്ട് ഓർഗനൈസ് ചെയ്യണം. അത് എല്ലാ സാധനവും അവിടെ ഡംപ് ചെയ്യരുത്. വേണ്ടാത്ത പടങ്ങൾ അവിടെ തൂക്കിക്കളയരുത്. അതൊക്കെ നമ്മൾ പറയാറുണ്ട്. ഒരിക്കലും ബെഡ്റൂമിനകത്ത് മുസാഫ് കൊണ്ടുപോയി വെക്കരുത്. ബെഡ്റൂമിനകത്ത് മരിച്ചുപോയ വാപ്പമാരുടെ പടം തൂക്കി വെക്കരുത്. ഇതൊക്കെ നമ്മുടെ ചിന്തകളെ ഒക്കെ മാറ്റുന്ന സാധനങ്ങളാണ്. നന്നായി അതിനെ ഓർഗനൈസ് ചെയ്യണം. ഡിം ലൈറ്റ്സ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങുമ്പോ ഏതെങ്കിലും സമയത്ത് ലൈറ്റ് കൂടുതലാണെങ്കിൽ മുഖത്ത് മൂടുപടം കൊണ്ട് കണ്ണിങ്ങനെ കണ്ണിലൊരു വസ്ത്രം ഇടുകയായിരുന്നു. അപ്പോൾ ഡിം ലൈറ്റ് ആവണം. കണ്ടക്റ്റീവ് കളേഴ്സ്, നല്ല കളർ റൂമിനുണ്ടാവണം. സ്ലീപ്പ് ഫ്രണ്ട്ലി ടെമ്പറേച്ചർ, നല്ല ഒരു കാറ്റും വായും വെളിച്ചവും ഒക്കെ ഉള്ള ഒരു മുറി ആയിരിക്കണം. റിലാക്സിങ് അരോമാസ്, നമുക്ക് സുഗന്ധം പൂശൽ വളരെ റസൂലിന്റെ ദിനചര്യയിൽ ഒന്നായിരുന്നു. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് റൂമിനകത്തും ശരീരത്തിലും നല്ല മണമുണ്ടാവാൻ പെർഫ്യൂം ഉപയോഗിക്കുമായിരുന്നു. നൈറ്റ് വെയേഴ്സ്, രാത്രി ഉറങ്ങാൻ നല്ല ശുദ്ധിയുള്ള പുത്തൻ വസ്ത്രങ്ങൾ. ഉറങ്ങുമ്പോഴാണ് നല്ല വസ്ത്രട്ടൊന്ന് കടന്നു നോക്കുക, ഒരു പ്രത്യേക ഫീലാണ്. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉടുത്ത് മുഷിഞ്ഞ ഈ നെഗറ്റീവ് എനർജി നൽകുന്ന ഈ വസ്ത്രം ഇട്ടല്ല ഉറങ്ങേണ്ടത്. ഒരു പുതിയ വസ്ത്രം ഇട്ടിട്ടാണ് ഉറങ്ങേണ്ടത്. ദെൻ ഗാഡ്ജറ്റ്സ് ബാനിഷ്. ഫോൺ അങ്ങനെ തുടങ്ങിയ സാധനങ്ങളൊന്നും ബെഡ്റൂമിനകത്തേക്ക് കൊണ്ടുവരാക്കെ പുറത്താണ്. ഉറക്കം കഴിഞ്ഞിട്ടേ അതുള്ളൂ. ഇത് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ് എന്നാണ്.
ഇനി നമ്മുടെ സ്ലീപ്പ് ഹൈജീൻ എങ്ങനെയായിരിക്കണം? ഒരു മുഅ്മിനായ ആളുടെ സ്ലീപ്പ് ഹൈജീൻ എങ്ങനെയാണ് എന്നതിന്റെ ഓർഡർ ആണ് പറയുന്നത്. അതിന് 2 ഭാഗമാണ്. ഒന്ന് പ്രീ സ്ലീപ്പ് പ്രിപ്പറേഷൻ, 2 പ്രിപ്പറേഷൻ ഫോർ സ്ലീപ്പ്. ഉറങ്ങുന്നതിന് മുമ്പേ ചെയ്യേണ്ട കാര്യങ്ങളും ഉറങ്ങാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളും. അപ്പോ ഉറങ്ങുന്നതിന് മുമ്പ് പ്രവാചകന്റെ ചര്യയിൽപ്പെട്ടതാണ് ഒന്ന് ഏർലി ഡിന്നർ എന്നത്. അത് ഉറക്കവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇശാ നമസ്കാരത്തിന് ശേഷം ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇശാക്ക് മുമ്പായിരുന്നു. ഒരു 8 മണിക്ക് മുമ്പാണത്. അത് ഏറ്റവും ഹെൽത്തിയസ്റ്റ് വേ ഓഫ് ലൈഫ് ആണെന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ ഇന്നേ വരെ പാലിക്കാൻ കഴിയാതെ ചെയ്യുന്ന ഒരു സാധനമാണ് ഏർലി ഡിന്നർ. ഉറക്കത്തിന്റെ വലിയൊരു ഘടകമാണ് ആ സാധനം. ഉറങ്ങുന്നതിന് മുമ്പ് ഇതെല്ലാം ദഹിക്കുമ്പോഴാണ് ക്വാളിറ്റി സ്ലീപ്പ് നടക്കുള്ളൂ. ഇത് 10 മണിക്കാണ് നമ്മുടെ വീട്ടിൽ വന്ന് ചോദിക്കുന്നത് പുട്ട് വേണോ ഇടിയപ്പം വേണോ എന്ന്. എന്നിട്ട് പിന്നെയാണ് നമ്മൾ ഈ മാവിട്ടൊക്കെ കുഴച്ച് റെഡിയാക്കിയിട്ട് പോകുന്നത്. എന്നിട്ട് വയറ് നിറച്ച് രാവിലെയും ഉച്ചക്കും കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭക്ഷണം നമ്മളൊക്കെ ഈ ഡിന്നറിനാണ് കഴിക്കുന്നത്. എന്നിട്ട് അതേപോലെ അങ്ങോട്ട് കിടക്കുകയാണ്. കഴിച്ച സാധനം ജീർണിച്ച് ശരീരത്തിന് അസ്വസ്ഥതകൾ ഉണ്ടാക്കി സ്ലീപ്പ് റിതം തെറ്റിച്ചിട്ട് ഒരുപാട് തവണ ഉറക്കമണീറ്റ് നേരം വെളുക്കുമ്പോഴേക്കും അസ്വസ്ഥനും ക്ഷീണിതനുമാകും. ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോൾ ഭയങ്കര എനർജിയാണ് ഉണ്ടാവേണ്ടത്. പക്ഷെ നമ്മൾക്ക് ക്ഷീണം വരുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം സ്ലീപ്പ് റിതം പ്രോപ്പർ അല്ല. ഉറങ്ങി എണീറ്റിട്ട് പിന്നെ എന്താ ക്ഷീണത്തോടെ എണീക്കാൻ പാടില്ല, ഭയങ്കര എനർജറ്റിക് ആയിരിക്കണം. അപ്പോ ഏർലി ഡിന്നർ റസൂലിന്റെ ചര്യയിൽപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിന്റെ ചിട്ടകളിലെ ഏറ്റവും വലിയ തടസ്സക്കാരൻ നമ്മൾ തന്നെയാണ് മാറേണ്ടത്. നമ്മുടെ വീട്ടിലെ നിയമം നിർമ്മിക്കേണ്ടത് കുടുംബനാഥനാണ്. കുടുംബനാഥൻ ഇത് തെറ്റിക്കാൻ പാടില്ല. വീട്ടിലെ എല്ലാവരും 8-8:30 ആകുമ്പോഴേക്കും ഭക്ഷണം കഴിച്ച് ഒതുങ്ങുന്ന രീതിയിലേക്ക് കുടുംബനാഥനാണ് സംവിധാനിക്കേണ്ടത്. നമ്പർ 2, പ്രീ സ്ലീപ്പ് പ്രിപ്പറേഷന്റെ റസൂലിന്റെ ചര്യകളിൽ ഒന്നാണ് സ്ലീപ്പ് ഹൈജീനിൽ രണ്ടാമത്തതാണ് പ്രിപ്പയറിംഗ് ദ ഹോം. ഉറക്കത്തിന് വേണ്ടി കുടുംബത്തെ റെഡിയാക്കുക എന്നതാണ്. പ്രിപ്പയറിംഗ് ദ ഹോം, വീടിനെ മൊത്തമായിട്ട് ശരിയാക്കണം. ഉറക്കം എന്ന് പറയുന്നത് ഞാനും എൻ്റെ മുറിയും എൻ്റെ ബെഡും മാത്രം നടക്കുന്ന ഒരു സംഗതിയല്ല. ഞാൻ ജീവിക്കുന്ന വീടും അതിൻ്റെ പരിസരവും അതിൻ്റെ ആളുകളും ഒക്കെ ഒരേ താളത്തിലാണ് പോവേണ്ടത്. ഇതിലൊന്നാണ് എൻഷുർ ക്ലീൻ ഹോം ആൻഡ് സേഫ് ഹോം. റസൂല് റെഡിയാക്കിയിരുന്നു. ഒരു കാരണവശാലും വീട്ടിനകത്ത് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പാത്രവും ക്ലീൻ ആക്കാതെ വാഷ് ബേസിൽ തട്ടിക്കൂട്ടിയിട്ടിട്ട് നേരം വെളുക്കുമ്പോൾ കഴുകാമെന്ന് വെക്കുകയോ അല്ലെങ്കിൽ നാളെ നേരം വെളുത്തിട്ട് വരുന്ന നമ്മുടെ വീട്ടിലെ ജോലിക്കാര് കേൾപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ കൂട്ടിയിടുന്നത് ഇസ്ലാമിക തത്വത്തിനെതിരാണ്. അത് കഴിക്കാൻ പാറ്റകളും പല്ലികളും തുടങ്ങിയ അസ്വസ്ഥതകൾ വരികയും അത് നമ്മുടെ മുറിയിലേക്ക് അതെത്തുകയും നമ്മുടെ സ്ലീപ്പ് ഡിസ്റ്റർബ് ചെയ്യുകയും ചെയ്തു. അത്രക്ക് കോഷ്യസ് ആണ് ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ ഭാര്യമാരിങ്ങനെ ഇത് കഴുകിക്കൊണ്ടേയിരിക്കും. ഭർത്താവ് പോയിട്ട് ഉറങ്ങിയിട്ടുണ്ടാവും. മൂപ്പര് നേരത്തെ ഉറങ്ങും, ഭാര്യ കുറെ കഴിഞ്ഞിട്ടായിരിക്കും ഉറങ്ങാം. പക്ഷെ നമ്മൾ ചെയ്യാനുള്ളത് കൃത്യസമയത്ത് എല്ലാവരെയും ഉറക്കി കിടത്താൻ, എല്ലാവരെയും ഒരേ സമയത്ത് ഭക്ഷണം കഴിപ്പിക്കുകയും ഈ ഉറങ്ങാനുള്ള സമയമാകുമ്പോഴേക്കും ഈ ക്ലീനിങ് പ്രോസസ്സിൽ നമ്മൾക്ക് എല്ലാവർക്കും പങ്കുണ്ട്. ടേബിളിന്റെ പുറത്ത് ഒരു സാധനവും ഭക്ഷണം ഉണ്ടാവാൻ പാടില്ല. എല്ലാം അടക്കി ഒതുക്കണം. ക്ലീൻ ഹോം ആൻഡ് സേഫ് ഹോം. എന്താ സേഫ് ഹോം എന്ന് പറഞ്ഞാൽ വീട് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അപകടങ്ങളൊന്നും വരാണ്ടിരിക്കാൻ വീട്ടിന്റെ നാല് അതിന്റെ ഏരിയകളിലും നടന്ന് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തി ഗേറ്റ് അടച്ച് വാതിലടച്ച് കൃത്യമായിട്ട് വേണം ഉറങ്ങാൻ. അല്ലേ? പഴയ കാലത്ത് ഞാനൊക്കെ കണ്ടിട്ടുണ്ട്, ഉറങ്ങുന്നതിന് മുമ്പ് വാപ്പ ടോർച്ച് അടിച്ചിട്ട് ചുറ്റും ഇങ്ങനെ നടക്കും.
എന്താ വല്ല പാമ്പോ വല്ല പട്ടിയോ ഇങ്ങനെ തുടങ്ങി എന്തെങ്കിലുമൊക്കെ ഇതിനകത്തുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഉറങ്ങേണ്ടത്. എത്രയോ വീടുകളിൽ നമ്മൾ കേൾക്കാറുണ്ട്, വീടിന്റെ ഡോർ അടക്കാൻ മറന്നു എന്ന് പറയുന്നത്. ഇസ്ലാമിക വീട്ടിൽ അത് സംഭവിക്കൂലട്ടോ. കാരണം അത്രമേൽ സൂക്ഷ്മതയുള്ളവരാണ് നമ്മൾ. അത് പറയുന്നത് തന്നെ മാനക്കേടാണ്. അപ്പോ വൃത്തിയായ വീട്ടിലാണ് ഉറങ്ങേണ്ടത്, സേഫായ വീട്ടിലാണ് ഉറങ്ങേണ്ടത്. മൂന്നാമത്തതാണ് മെന്റൽ ഡിസെൻഗേജ്മെന്റ് എന്നത്. ഉറങ്ങണതിന് 1-2 മണിക്കൂർ മുമ്പ് അസ്വസ്ഥതകളുള്ള ഒന്നിലും മനസ്സ് കെട്ടിപ്പണഞ്ഞ് കിടക്കരുത്. മനസ്സ് ഡിസെൻഗേജ് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞു, TV കാണുന്നവർ ശ്രദ്ധിക്കണം, ഉറങ്ങണതിന്റെ 1 മണിക്കൂർ മുമ്പെങ്കിലും വാർത്ത കാണൽ നിർത്തണം. അല്ലേ? സിനിമ എന്തായാലും ഇപ്പൊ നമ്മൾ കാണൂലല്ലോ, അത് കാണാൻ പാടില്ല. കാരണം അത് കണ്ടുകൊണ്ട് അതിന്റെ അസ്വസ്ഥതകൾ ഇറങ്ങിത്തീരണമെങ്കിൽ, അത് മിറ്റിഗേറ്റ് ചെയ്ത് ഉരുകി പൊലിക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അത് നമ്മുടെ ഉറക്കത്തെ ബാധിക്കും. സീരിയല് പിന്നെ നമ്മൾ തീരെ കാണൂല, അത് കാണാൻ പാടില്ല. അസ്വസ്ഥതയുണ്ടാക്കുന്ന ചർച്ചകളുടെ ഫോൺ ചെയ്തോ ഒന്നും ഉറക്കത്തിന് മുമ്പ് അത് നാളെ നമുക്ക് സംസാരിക്കാമെന്ന് ഫോൺ ചെയ്യുന്ന ആളെടുത്ത് പറഞ്ഞ് മെന്റലി ഡിസെൻഗേജ്മെന്റ് നടത്തണം. ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇങ്ങനത്തതൊന്നും പാടില്ല. നാലാമത്തതാണ് ഡെസ്ക് ബെഡിങ് എന്നത്. അല്ലേ? അപ്പൊ ഇതൊക്കെ ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ ബെഡ്റൂമിലേക്ക് ഉറങ്ങാൻ വേണ്ടി വരുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഡെയിലി റുട്ടീനിൽ പെട്ടതാണ് ഉറങ്ങുന്നതിന് മുമ്പ് അതിന്റെ തലയിണയും അതിലെ ഷീറ്റും ഒക്കെ കുടഞ്ഞു വൃത്തിയാക്കുക എന്നത്. അതൊന്നും ഇല്ലെങ്കിൽ പോലും അതൊന്ന് അഴിച്ചിടല് സുന്നത്താണ്. നമുക്കറിയാം അതിനകത്തൊന്നും ഉണ്ടാവില്ല, അത് നമ്മുടെ ഒരു വിശ്വാസമാണ്. പക്ഷേ രാവിലെ അത് വിരിച്ചു വെച്ചതാണെങ്കിൽ പോലും ഉറങ്ങുന്നതിന് മുമ്പ് അതൊന്ന് പൊക്കി നോക്കി, ഒന്നുമില്ലല്ലോ, അല്ലേ? വല്ല മുട്ടുപിന്നോ വല്ല എന്തെങ്കിലും പ്രാണികളോ ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്താൻ ആദ്യം വിരിച്ച് റെഡിയാക്കിയിടണം. അല്ലേ? നന്നായി സ്പ്രെഡ് ചെയ്ത വെൽ സ്പ്രെഡ് ബെഡ് എന്ന് പറയുന്നത് നല്ല കൺകുളിർമ നൽകുന്ന ഒരു സാധനമാണ്. നന്നായി അതൊക്കെ വിരിച്ചിടണം. പിന്നെയാണ് അഞ്ചാമത്തത് ഫിസിക്കൽ പ്യൂരിറ്റിയിലേക്ക് അദ്ദേഹം പോവേണ്ടത്. ഉറങ്ങുന്നതിന് മുമ്പ് പല്ല് തേക്കുകയും കുളിക്കുകയും അത്തറ് പൂശുകയും ചെയ്യുക എന്നത് ഇസ്ലാമിക മര്യാദയിൽപ്പെട്ടാണ്. ദാറ്റ് മേക്സ് us a quality sleep. നമ്മളൊന്ന് ആലോചിച്ച്, കുളിച്ചു കഴിഞ്ഞിട്ട് നല്ല വസ്ത്രം എടുത്തിട്ട് കുറച്ച് അത്തറൊക്കെ പൂശിയിട്ട്, അല്ലേ, മുടിയൊക്കെ ഒന്ന് ചീകിയിട്ട് നന്നായി ഒന്ന് കിടക്കാൻ പോയി നോക്കിയേ. ഇറ്റ്സ് എത്ര ഹൗ റിലാക്സിങ് ഇറ്റ് ഈസ്. ഭയങ്കര റിലാക്സിങ് ആണ് അത്. അപ്പൊ ഫിസിക്കൽ പ്യൂരിറ്റി നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ കിടക്കാൻ പോരാ, കിടക്കുന്നതിന്റെ ലാസ്റ്റ് ചെയ്യേണ്ടത് set the alarm for Fajr prayer. Intention to pray Fajr. അല്ലേ? ഒരു അലാം ക്ലോക്ക് എന്ത് ചെയ്യണം? സെറ്റ് ആക്കണം. റസൂലിന്റെ കാലത്ത് അലാം ക്ലോക്ക് ഇല്ല, പക്ഷെ റസൂലിന്റെ അലാം ക്ലോക്ക് ഇണകളായിരുന്നു. ഇണകളെടുത്ത് പറയുമായിരുന്നു, അഥവാ ഞാൻ ഉറങ്ങിയാൽ നീ എന്നെ ഉണർത്തണം, തിരിച്ചിങ്ങോട്ടും ഞാൻ ഉറങ്ങിപ്പോയാൽ താങ്കളും ഞങ്ങളെ ഉണർത്തണം. ഒരു അലാം ക്ലോക്ക്. ഇന്ന് അത് നടക്കൂലല്ലോ. ഇന്ന് ഭർത്താവ് ഉറങ്ങുകയാണെങ്കിൽ മൂപ്പർ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഭാര്യയും കൂടെ ഉറങ്ങുകയുള്ളൂ. അവന് നമുക്ക് ചെയ്യാനുള്ളത് ഈ അലാം സെറ്റ് ചെയ്ത് വെക്കുക എന്നതാണ്. ഇതൊക്കെ പുണ്യമാണ് എന്ന് വിചാരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഹൗ ബ്യൂട്ടിഫുൾ ദ ലൈഫ് സ്റ്റൈൽ ഈസ്. എന്തൊരു ഭംഗിയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിന്, അല്ലേ? ഇനിയാണ് പ്രിപ്പറേഷൻ ഫോർ സ്ലീപ്പ്. പ്രീ സ്ലീപ്പ് പ്രിപ്പറേഷൻ കഴിഞ്ഞ് ബെഡിലേക്ക് കിടന്നതിന് ശേഷം ആദ്യത്തെ ചിന്ത forgive and forget. Forgive and forget. അല്ലേ? അങ്ങനെയാണ്. എന്നോട് എന്തെങ്കിലും ഒക്കെ പ്രയാസം ചെയ്യുന്നവനോട് ഈ ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ മാപ്പാക്കിയിരിക്കുന്നു. എന്നോട് അക്രമം ചെയ്തവത് ഞാനത് മറന്നിരിക്കുന്നു. അല്ലേ? ഇതാണ് ബെഡിൽ കിടന്ന ഉടനെ ആദ്യത്തെ ചിന്ത, forgive and forget. എന്തിനാന്നറിയോ നിങ്ങള്? നാളെ നേരം പുലരുമ്പോ നമ്മുടെ വീട്ടിലെ പട്ടിയും പശുവും പൂച്ചയും പുല്ലും പഴുതാരയും ഒക്കെ ജീവിതത്തിലേക്ക്
ഉണർന്നു വരുമ്പോ, നേരം വെളുക്കുന്ന സമയത്ത് നമ്മൾ ഉണർന്നില്ല എങ്കിൽ ആരോട് ചോദിക്കാൻ? അപ്പൊ ഇന്നലെ വരെ ഞാൻ ഉറങ്ങുമ്പോ എന്നോട് അക്രമം ചെയ്ത മനുഷ്യനോട് മുഴുവൻ മാപ്പാക്കിയിട്ടാണ് എൻ്റെ പോക്ക്. ഇനി അഥവാ ഉറക്കത്തിൽ മരിച്ചാൽ അല്ലേ, ലക്ഷൂറിയസ് റിട്ടേൺ, ഒരാഡംബരമായ മടക്കം സാധിക്കാനാണ് ഈ സാധനം. മനസ്സിൽ ആരോടൊന്നുമില്ല. രണ്ടാമത്തതാണ് കിടന്ന ഉടനെ ഖുർആൻ റിസൈറ്റേഷൻ. നമ്മളോട് പറഞ്ഞ ഫാത്തിഹ, ആയത്തുൽ കുർസി, ആമനർ റസൂൽ, 3 സൂറത്തുൽ ഇഖ്ലാസ്, അത് കഴിഞ്ഞ് മുഅവ്വിദത്തൈൻ, ഇതെല്ലാം ഓതിയതിന് ശേഷം ഖുർആൻ റിസൈറ്റേഷൻ പൂർത്തീകരിച്ചതിന് ശേഷം സ്ലീപ്പ് ഓൺ ദ റൈറ്റ് സൈഡ്, വലതു ഭാഗത്തേക്ക് തിരിഞ്ഞിടക്കണം. കാരണം ചെസ്റ്റ് ഭാഗമുള്ള ഇടതു ഭാഗത്തെ ഫ്രീ ആക്കി വിടണം. റൈറ്റ് ഹാൻഡ് അണ്ടർ ദ റൈറ്റ് ചീക്ക്. റസൂലിന്റെ നല്ല ഉറക്കത്തിന്റെ പോസ്റ്ററാണത്. കവിളിൽ ഇങ്ങനെ കൈവച്ചാണ് റസൂൽ ഉറങ്ങിയിരുന്നത്. ഇനിയോ അതും കഴിഞ്ഞ് അങ്ങനെ അങ്ങ് വെച്ച് അവസാനം അയാൾ പറയേണ്ടത് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനയും അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹ്യ എന്ന പ്രാർത്ഥനയും, പിന്നെ ഉണരുമ്പോ, നേരം വെളുത്തുണരുമ്പോ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വഇലൈഹി നുശൂർ. അല്ലേ, ഹൗ ബ്ലെസ്ഡ് നൈറ്റ്, ആ രാത്രി എത്ര മനോഹരം അല്ലെ. ഇതേപോലെ ഉറക്കത്തിലേക്ക് പോകുന്ന മനുഷ്യർ അല്ലെ, എത്ര കെയർഫുൾ ആണ് അവർ. അവരല്ലേ വിശ്വാസികൾ. വിശ്വാസം എന്ന് പറയുന്നത് ചെറിയ ആരാധനകളിൽ മാത്രം ഒതുക്കി ഇതിൽ എല്ലാം ഉണ്ട് എന്ന് ധരിച്ച് ബാക്കിയുള്ള ജീവിതത്തിലെല്ലാം ഈസി ഗോയിങ് ആയി തോന്നിയ പോലെയായി ജീവിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അപ്പോ ഈ വർത്തമാനവും ഈ ക്ലാസ്സും ഒക്കെ കേട്ടിട്ട് ഇതിലേതെങ്കിലും ഒരാൾ ജീവിതത്തിൽ അനുവർത്തിച്ചാൽ എനിക്കും കിട്ടും അതിന്റെ കൂലി. ഇത് പറയുമ്പോ സാധാരണ പറയുമ്പോ ചില മനസ്സിൽ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാറുണ്ട്. കാരണം എല്ലാം ചെയ്തിട്ട് ഒരാൾക്ക് എല്ലാം പറയാനാവില്ലല്ലോ. പക്ഷെ ഉറക്കത്തിന്റെ സ്ലീപ്പ് പാറ്റേണിൽ വളരെ നന്നായി ശ്രദ്ധിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാനുള്ളത്. അത് ചെറുപ്പം മുതലേ പിതാവ് പഠിപ്പിച്ചതിൽ നിന്ന് കിട്ടിയതാണ്. ഇടയ്ക്കൊക്കെ ഭാര്യ പറയാറുണ്ട്, നിങ്ങൾ ടൈം ടേബിൾ ബോയാണെന്ന്. അതിലെനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം അങ്ങനെയാണ് ജീവിതത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി അനുഗ്രഹമായി അല്ലാഹ് ചെയ്യുന്നപ്പോൾ ശരീരത്തിന്റെ ഇൻവെസ്റ്റ്മെന്റായി അള്ളാഹു അത് പരിചയപ്പെടുത്തുമ്പോൾ അതിന്റെ പൂർണ്ണതയിൽ അത് നമ്മൾ ഉൾക്കൊള്ളണം. പടച്ച തമ്പുരാൻ പഠിച്ചതെല്ലാം ജീവിതത്തിലേക്ക് ഇറക്കി വെക്കുവാനുള്ള മഹാധൈര്യം തന്ന അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ പഠിച്ച സാധനം പ്രാവർത്തികമാക്കാൻ കഴിയാത്തതിനേക്കാൾ ഭാഗ്യക്കേട് വേറൊന്നുമില്ല. നമ്മുടെ ചിന്തകൾക്കും തോന്നലുകൾക്കുമൊക്കെ അള്ളാഹു ഹിദായത്ത് നൽകട്ടെ. കുടുംബത്തിന്റെ സ്ലീപ്പിംഗ് ഋതം ശരിയാക്കി കിട്ടണമെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ അവസാനത്തെ അംഗവും ഇതിനോട് സഹകരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇതൊന്നും നടക്കൂല. കുടുംബത്തിലെ ഏതെങ്കിലും ഒരാൾ ഇതിനോട് സഹകരിക്കാതെ പോയാൽ മൊത്തം ഋതം തെറ്റിപ്പോകും. അപ്പോ നമ്മുടെ കുടുംബാംഗങ്ങൾക്കും അള്ളാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.